ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് മുബാറക് റാവുത്തർ. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുക. നുണകൾ, അപവാദങ്ങൾ, അപഹാസ്യങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ പടച്ചുവിടാൻ ഒരു മടിയുമില്ലാത്ത വ്യക്തി. ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്ക് രാത്രി ആയാൽ, നോമ്പായാലും നോമ്പല്ലെങ്കിലും മറ്റു ചില കണക്കുകൂട്ടലും പരിപാടികളുമുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഭക്ഷണം കഴിക്കാനും ഇടതുപക്ഷത്തിനെതിരെ നുണകൾ പ്രചരിപ്പിക്കാനും മാത്രം വാതുറക്കുന്ന വ്യക്തിയാണ് മുബാറക് റാവുത്തർ. മീഡിയ വൺ പോലെയുള്ള വർഗീയ ചാനലിൽ ദാവൂദിനെ പോലെയുള്ള വർഗീയവാദികൾ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുകയും ദാവൂദ് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ദാവൂദിനെ പോലെയുള്ള വർഗീയവാദികൾ പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ അതിഥിയായി കൊണ്ടിരുത്തുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന മുബാറക് റാവുത്തർ. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാര്യയുള്ള മുബാറക് റാവുത്തർക്ക് ഭാര്യയിൽ നിന്നും കിട്ടുന്ന സുഖം മാത്രം പോരാ, അതുകൊണ്ട് മറ്റു പെണ്ണുങ്ങളെ തേടി പോവുകയാണ്. റമദാൻ മാസമായിട്ട് പോലും, അതായത് നോമ്പ് കാലത്ത് പോലും വികാരം അടക്കാൻ കഴിയാതെ വികാര ചുഴിയിൽപ്പെട്ട് വികാരഭരിതനായി വികാരാവേശങ്ങൾ കാണിക്കുന്ന മറ്റൊരു മുബാറക് റാവുത്തറെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ചില കാര്യങ്ങൾ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂഡ് പ്രദർശനങ്ങൾ ഫേസ്ബുക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതായത് മറക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ആ വീഡിയോകൾ നിങ്ങളൊക്കെ ഒന്ന് കാണുക, എന്നിട്ട് വിലയിരുത്തുക. ഇടതുപക്ഷത്തിനെതിരെ കുരയ്ക്കാൻ വേണ്ടിയിട്ട് മീഡിയ വൺ ചാനലിൽ കൊണ്ടിരുത്തിരുന്ന ഈ തെരുവ് നായയെ ഏത് തരക്കാരനാണെന്ന്. പുള്ളിയുടെ ചാറ്റൊക്കെ ഉണ്ട്, അതും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇതിനു മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ ബാക്കി വഴിയേ വരുമെന്ന്. ഇവന്റെ വാപ്പ ഖാലിദ് മൂസ നദ്വി വരെ ക്ഷമാപണം ചോദിച്ച സുരാജ് സഖാവിന്റെ വിഷയം, ആ സുരാജ് സഖാവിന്റെ വിഷയം ഇവൻ വീണ്ടും ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അത് കള്ളമാണെന്നും സുരാജ് സഖാവ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അത് സുരാജ് സഖാവിനെതിരെ പടച്ചുവിട്ട അപവാദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവൻ വീണ്ടും അവന്റെ FB-യിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഇത്തിരിയില്ലാത്ത ഞരമ്പൻ. ഇവന്റെ ഭാര്യ ഇപ്പോൾ ഇവന്റെ കൂടെ ഉണ്ടോ അതോ ഭാര്യ പിണങ്ങിപ്പോയോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഇവൻ ഒന്നാം തര ഞരമ്പനാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയൊക്കെ അനുയായിയാണ്. പാണക്കാട് കുടുംബത്തിനൊക്കെ വേണ്ടപ്പെട്ടവരാണ്. PK ഫിറോസിന്റെ അടുത്ത ആളാണ്. പല ലീഗ് നേതാക്കളായും ബന്ധമുണ്ട്. ലീഗുകാരനുമാണ്. നല്ല ഒന്നാം തരം വർഗീയവാദിയുമാണ്. AP ഉസ്താദിനെയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉസ്താദന്മാരെയും ഒക്കെ പൊതുസമൂഹത്തിൽ വളരെ മോശമായ നീചമായ രീതിയിൽ അവഹേളിക്കുകയും അപഹാസിക്കുകയും ചെയ്ത വ്യക്തിയാണ് മുബാറക് റാവുത്തർ. അപ്പോൾ മുബാറക് റാവുത്തറിന് കാലം കാത്തുവെച്ചു കൊടുത്ത നീതിയാണെന്ന് മാത്രം നമ്മളിത് കരുതിയാൽ മതി. ഇന്ന് ഇടതുപക്ഷ വിരുദ്ധനായ മുബാറക് റാവുത്തറാണെങ്കിൽ നാളെ മറ്റൊരു ഇടതുപക്ഷ വിരുദ്ധനായ ഖാദർ കരിപ്പുഴയുടെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു.